പോലീസ് ഗ്യാരണ്ടിയിൽ പഠനോപകരണങ്ങൾ വാങ്ങാൻ അവസരമൊരുങ്ങുകയാണ്. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എയർ ക്യാമ്പിലാണ് വൻ വിലക്കുറവിൽ പഠനോപകരണങ്ങളുടെ വിതരണം. സ്കൂൾ തുറക്കലിന്റെ സമയത്തേക്ക് പോവുകയാണ്. രക്ഷിതാക്കളെല്ലാം കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കിലായിരിക്കും. കേരള പോലീസിന്റെ ഗ്യാരണ്ടിയിൽ പഠനോപകരണങ്ങൾ, അങ്ങനെ ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നന്ദാവനം എയർ ക്യാമ്പിനുള്ളിലാണ്. ഇവിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കൺസ്യൂമർ സഹകരണ സ്റ്റോർ, ആ സ്റ്റോറിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ, കുഞ്ഞുങ്ങൾക്കുള്ള ബുക്കും അതുപോലെ തന്നെ പഠനോപകരണങ്ങളെല്ലാം തന്നെ വളരെ വിലക്കുറവിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കേരള പോലീസ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. തീർച്ചയായും നമ്മളിത് 2019 മുതലാണ് തുടങ്ങിയത്. ഏകദേശം 5 വർഷക്കാലം, 6ാമത്തെ വർഷമാണ് നമ്മൾ തുടങ്ങിയിട്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് നമ്മുടെ കേരള പോലീസിൻ്റെ സംഘടനയുടെയും പോലീസ് അസോസിയേഷൻ്റെയും ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വില കുറച്ച് നമുക്കിത് കൊടുക്കാൻ കഴിയുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ആനുകൂല്യം അതുപോലെ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കൂടി കൊടുക്കണം എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് നമ്മൾ അതേ വില കൊടുക്കുന്നത്. ഏകദേശം 75% വില വരെ കുറച്ചാണ് ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൊതുവിപണിയേക്കാൾ വളരെ വില കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ അനുസരിച്ച് വളരെ സാമ്പത്തിക ചിലവ് ഏറി വരുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പരമാവധി വില കുറച്ച് വിദ്യാഭ്യാസ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ ഒരു ഏകദേശം എല്ലാ ബ്രാൻഡുകളുടെയും ബാഗുകൾ, നോട്ട്ബുക്കുകൾ, എല്ലാ സാധനങ്ങളും സ്കൂൾ വിപണിയിൽ കൊടുക്കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങളിവിടെ 50 മുതൽ 75% വില കുറച്ച് കൊടുത്തു വരുന്നത്. ഈ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സേനയാണ്. പലപ്പോഴും കയ്യടി കിട്ടാറുണ്ട്, പലപ്പോഴും വിമർശനം കിട്ടാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികളുടെ പഠനത്തിന് കൂടി ഒരു സുരക്ഷിതത്വം, അത് തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായും പറഞ്ഞതുപോലെ പൊതു സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങളാണ് സാധാരണ പോലീസിന് കിട്ടുന്നത്. കയ്യടി വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ സാമൂഹിക പ്രതിബദ്ധത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് എത്രത്തോളം നമുക്കത് ഗുണകരമായ രീതിയിൽ ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ ഞങ്ങൾ പരമാവധി സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു സേവനമെന്ന നിലയിൽ കൂടി കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും പഠനം എന്ന് പറഞ്ഞാൽ സ്കെയില്, പെൻസിൽ മുതൽ ബാഗ്, വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും, മുഴുവൻ സാധനങ്ങൾ, റെയിൻകോട്ട്, അതിന് പുറമെ നമ്മുടെ സഹകരണ സ്റ്റോർ വഴി ഇലക്ട്രോണിക് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ഷൂസ്, എല്ലാ സാധനങ്ങളും, ഒരു സ്കൂൾ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ 50 മുതൽ 75% വില കുറച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഈ സ്കൂൾ മേളയുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. നല്ല അഭിപ്രായമാണ്. മറ്റ് പലയിടത്തും ഇത്രയും വിലക്കുറവില്ല എന്ന് തന്നെ അവർ പറഞ്ഞിട്ടാണ് പോകുന്നത്. വളരെ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം. മാത്രമല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ എയർ ക്യാമ്പൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത് പബ്ലിക്കിന് അങ്ങനെ കയറാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അപ്പോൾ എങ്ങനെയാണ് പോലീസിൻ്റെ സേനാ വിഭാഗം വളരെ പെട്ടെന്ന് തന്നെ ഒരു ദ്രുതഗതിയിൽ ടൗണിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ എങ്ങനെയാണ് അവർ സജ്ജമായിരിക്കുന്നത്, അവരുടെ കേന്ദ്രം എവിടെയാണ്, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് അക്കാഡമിക്കലി കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. എത്ര ദിവസമാണ് ഇനി ഇത് തുടരുന്നത്? ഇത് ഞങ്ങൾ ജൂൺ 15 വരെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം വേണ്ട പഠനോപകരണങ്ങളെല്ലാം നമ്മുടെ കൺസ്യൂമർ സ്റ്റോർ വഴി നൽകുന്നുണ്ട്. ഇത് ജൂൺ 15 വരെ ഈ മേള നമ്മൾ തുടർന്നു കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനും ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ റോഡിൽ വണ്ടി ഇട്ടിട്ടുള്ള ബുദ്ധിമുട്ട് അതൊന്നും വരുന്നില്ല. പാർക്കിംഗ് സൗകര്യം നമുക്ക് ധാരാളമുണ്ട്. ഇവിടെ ഇതിനകത്ത് ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല. പോലീസ് ക്യാമ്പാണെന്ന് വിചാരിച്ചുള്ള പേടി വേണ്ട. വളരെ ജനസൗഹൃദമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും പുസ്തകങ്ങൾ വാങ്ങാം. ഇവിടെ എന്താണ് നടക്കുന്നത്, അതിൻ്റെ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ, അത് കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഏതായിരുന്നാലും വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സേനാംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിന് വലിയ ജനപിന്തുണ ലഭിക്കുകയും ചെയ്യുന്നു. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.